ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? ഇതൊരു ലെഹങ്ക സ്കേർട്ടാണ്. തുണിയെടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ ഔട്ട്ഫിറ്റ് ഇതല്ല. ഇതിൻ്റെ മേലെ നമ്മളൊരു സാരി ഡ്രേപ്പ് ചെയ്യും. സാരി ഡ്രേപ്പ് ഓൺ ലെഹങ്ക സ്കേർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ആകെ വേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ലെഹങ്ക സ്കേർട്ടാണ്, പിന്നെ അതിന് മാച്ച് ആവുന്ന ഒരു സാരിയും. അപ്പം ഞാൻ ഇതൊരു ടെമ്പിൾ ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്ത ലെഹങ്ക സ്കേർട്ടാണ്. അതുകൊണ്ടാണ് ഒരു കേരള സാരി തന്നെ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് തുടങ്ങുന്നത് ഇതിൻ്റെ പല്ലു പ്ലീറ്റ് ചെയ്തുകൊണ്ടാണ്. സാരിയുടെ പല്ലു നന്നായിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കുക. ബ്രോഡർ പ്ലീറ്റ്സോ അല്ലെങ്കിൽ ചെറിയ പ്ലീറ്റ്സോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ല നീളമുള്ള സാരി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇറക്കിയിട്ടിട്ടാണ് പ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പല്ലു പ്ലീറ്റ് ചെയ്ത് പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്ലീറ്റൊക്കെ പിടിച്ചിടുക. എന്നിട്ട് നമ്മുടെ ബാക്കി വരുന്ന ഫാബ്രിക് നമ്മുടെ ബോഡിയുടെ ചുറ്റും എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഫുൾ ഫാബ്രിക്കും കൊണ്ട് നമ്മൾ താഴത്തെ പ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ബ്രോഡർ പ്ലീറ്റ്സ് എടുക്കുക. ഇത് വലിയ സാരി ആയതുകൊണ്ടാണ് ഞാൻ ബ്രോഡർ പ്ലീറ്റ്സ് എടുക്കുന്നത്. അങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ നന്നായിട്ട് എടുക്കുക. പ്ലീറ്റ്സ് എടുത്ത് അത് ടക്കിൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യുമ്പം പ്ലീറ്റ്സിൻ്റെ ഓപ്പണിംഗ് വലത്ത് നിന്ന് ഇടത്തേക്കാണ് വരിക. പക്ഷേ ഈ ഡ്രേപ്പിങ്ങിന് നമ്മുടെ പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ്സിൻ്റെ എൻഡിങ് നമ്മുടെ ബോഡിയുടെ സൈഡിലേക്ക് വരുന്ന പോലെ വേണം ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇതിൻ്റെ ആ ഒരു പ്ലീറ്റ്സ് ഡിഫൈൻഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നന്നായിട്ട് പ്ലീറ്റ്സ് ടക്കിൻ ചെയ്ത് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒരു നല്ല ഫ്ലെയർ ഉള്ളൊരു സ്കേർട്ട് ഇട്ടതുപോലെ ഉണ്ടാവും. പ്ലീറ്റ്സിൻ്റെ നമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് കുറച്ച് ബൾക്കി ആയതുപോലെ തോന്നാം, പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമുക്കത് പല്ലു വെച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റൈലാണ്. ഇച്ചിരി പഫി ആയിട്ട് നിൽക്കുന്ന സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ കാനൊന്നും ഇടാത്ത സാധാരണ ഒരു ലെഹങ്ക സ്കേർട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ വിടർന്ന് നിൽക്കാത്തത്. അപ്പം നിങ്ങൾ ക്യാൻ സ്കേർട്ട് ഇട്ടിട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രേപ്പാണ്. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.